ബിജെപിക്കും കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ട് കോഴ നൽകിയ കമ്പനിയാണ് BEML നിസ്സാര വിലയ്ക്ക് വാങ്ങുന്നതെന്ന് മന്ത്രി MP രാജേഷ്. BEML വാങ്ങാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് മേഘ കമ്പനിയാണ്. ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയാണ് BEML വിൽക്കാനുള്ള നടപടിയിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. പാലക്കാട്ടെ BEML വാങ്ങാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട മേഘ കമ്പനി കോൺഗ്രസിനും BJPക്കും 1034 കോടി രൂപ ബോണ്ട് നൽകിയെന്ന് മന്ത്രി MP രാജേഷ്. 714 കോടി രൂപ BJPക്കും 320 കോടി കോൺഗ്രസിനുമാണ് നൽകിയത്. നാടിനെ ഒറ്റുകൊടുത്ത തുകയാണ് BJPയും കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ ഒഴുക്കുന്നതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നേരത്തെ ഇലക്ട്രൽ ബോണ്ടിൽ പല വിവരങ്ങളും വന്നു. 1500 കോടി കൊടുത്ത ഒരു കമ്പനിക്ക് 30,000 കോടിയുടെ കരാറ് കിട്ടി എന്നൊക്കെയുള്ള വന്നു. ഇത് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ഉദാഹരണമാണ്. അപ്പൊ BEML വിൽപ്പനയിൽ യഥാർത്ഥത്തിൽ BJPയും കോൺഗ്രസും ഒത്തുകളിച്ചിരിക്കുകയാണ്. രണ്ടു കൂട്ടരും കൂടി 1034 കോടി രൂപ കോഴ വാങ്ങി രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനം വിറ്റഴിക്കാൻ ഒത്തുകളിച്ചിരിക്കുകയാണ്. ഇതൊരു രാജ്യദ്രോഹ നടപടിയാണ്. അത് കോഴയാണെന്നിപ്പോൾ സുപ്രീം കോടതി വിധിയോടെ വ്യക്തമായല്ലോ. നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പറഞ്ഞ കോഴയാണല്ലോ. ആ തുകയാണ് കേരളത്തിൽ ഇരു കൂട്ടരും തെരഞ്ഞെടുപ്പിൽ ഒഴുക്കുന്നത്. നെല്ല് സംഭരണത്തിൽ കേന്ദ്രം 5 വർഷത്തിന് ശേഷം 852 കോടി രൂപ നൽകി. ഇതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കേന്ദ്ര കുടിശ്ശികയെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. 5 വർഷത്തിന് ശേഷമാണ് ഇതല്ലേ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി 756 കോടി നൽകാൻ ബാക്കിയുണ്ട്. അപ്പൊ രണ്ടും കൂടി ചേർത്താൽ എത്രയായി? 1600 കോടിയിലധികം കുടിശ്ശികയാണ്. ഇത് ആവർത്തിച്ച് സർക്കാർ, ഭക്ഷ്യമന്ത്രി, ഞങ്ങൾ എല്ലാവരും പറഞ്ഞപ്പോഴും സംസ്ഥാന സർക്കാർ കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞവരിൽ BJP നേതാക്കൾ മാത്രമല്ല, KPCC പ്രസിഡന്റ് മുതൽ മാധ്യമങ്ങൾ വരെയുണ്ട്. ഇപ്പൊ പറയുന്നു 5 കൊല്ലത്തിന് ശേഷം ഇന്നലെ ഒരു ഇൻസ്റ്റാൾമെന്റ് വിതരണം ചെയ്തു എന്ന്. മാത്രമല്ല, ഇത്രയും കാലം വിതരണം ചെയ്യാതിരുന്നത് കേന്ദ്രത്തിന്റെ പിഴവ് മൂലമാണ് എന്നും അതേ വാർത്തയിലുണ്ട്. കൈരളി ന്യൂസ്, പാലക്കാട്.